ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളും ഇൻഫർമേഷൻസും പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് മുന്നേ ഇപ്പോൾ നിലവിൽ മോസ്കോയിലെ ക്ലൈമറ്റ് ഞാൻ പറയാം. ഇപ്പോൾ ഇന്നത്തെ ടെമ്പറേച്ചർ, ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്നത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20-21 ഡിഗ്രി ടെമ്പറേച്ചറാണ്. 2 ദിവസം മുന്നേ വരെ 30 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു. നല്ല ചൂടായിരുന്നു. 30 ഡിഗ്രി 31 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. നല്ല ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവപ്പെട്ടായിരുന്നു. പെട്ടെന്ന് 2 ദിവസം കൊണ്ട് 21ആയി. ഇപ്പോഴത്തെ ക്ലൈമറ്റ് 21 ഡിഗ്രിയാണ്. രാവിലെ നല്ല മഴയായിരുന്നു. ഞാൻ ഇന്നത്തെ ക്ലൈമറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്നത്തെ ക്ലൈമറ്റ്, അതായത് ഒരു സൈഡ് ചെറിയ വെയിൽ പോലെയും ഒരു സൈഡ് കണ്ട മഴ പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ഇന്ന് വെതറിൽ മഴ 70% മഴ കാണിച്ചേക്കുന്നത്. രാവിലെ നല്ല മഴയായിരുന്നു. ഇപ്പോഴാണൊന്ന് മഴ മാറിയത്. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. 20 ഡിഗ്രി ആണെങ്കിലും അതിനനുസരിച്ചുള്ള നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ വീശുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ആപ്പിൾ സീസണാണ്. ഓക്കെ, ഇപ്പോൾ ഓഗസ്റ്റ് നല്ല അടിപൊളി ആപ്പിൾ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ കറക്റ്റ് ആപ്പിൾ സീസൺ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. നല്ല റേറ്റ് കുറവാണ്, ചീപ്പ് റേറ്റാണ് ഇപ്പോൾ ആപ്പിളിന് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്. റോഡ് സൈഡിൽ കാണാൻ പറ്റും. നമ്മൾ നടന്നു പോകുമ്പോൾ ആപ്പിളിൻ്റെ ചെടിയിൽ ഒരുപാട് കായ്ച്ചു കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ആപ്പിൾ മേടിച്ച് കഴിക്കുക. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്തുള്ള ആപ്പിൾ നല്ല ഫ്രഷ് സാധനമായിരിക്കും. എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ അത് മഴ പെയ്യാനുള്ള ഒരു ചെറിയൊരു ലക്ഷണങ്ങളാണ് കാലാവസ്ഥ ഇപ്പോൾ നിലവിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വരാം. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ ന്യൂസിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ്. വാട്സപ്പ് റഷ്യയിൽ ബാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് കാണുന്നുണ്ട്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് റൂമറാണ്. ചിലപ്പോൾ ഈ വർഷം കൊണ്ട് വാട്സപ്പ് ഇവിടെ ബാൻ ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ ബാനാണ്. എങ്കിൽ പോലും VPN ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പും ബാനാവും. അതിന് പകരം പുതിയൊരു ആപ്ലിക്കേഷൻ ഇവിടെ അവർ ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ വാട്സപ്പിന് പകരം പുതിയൊരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റഗ്രാം ഇവിടെ ബാനായതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിന് പകരമായിട്ടാണ് VK എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഇവിടുത്തെ ഒരു ആപ്ലിക്കേഷനാണ്. റഷ്യൻസിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ് VK. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്യുക. ഇവിടെ ഉള്ളവർക്ക് അതൊന്ന് ട്രൈ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ ചൂടുകാലം പയ്യെ മാറാൻ പോവുകയാണ്. ഇനി വേറൊരു പുതിയൊരു ക്ലൈമറ്റിലോട്ട്, അതായത് കുറച്ചും കൂടെ തണുപ്പായിട്ടുള്ളൊരു ക്ലൈമറ്റിലോട്ട് പയ്യെ മാറുകയാണ്. ഏകദേശം ഒരു ഡിസംബർ ജനുവരി ആകുമ്പോഴാണ് കറക്റ്റ് വിൻ്റർ നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്നത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ജോലിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് അവസ്ഥ, യുദ്ധമുണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങളൊന്ന് പറയാമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ യുദ്ധത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ സേഫാണ്. നിലവിൽ മോസ്കോയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഈ ഈ സുനാമി വന്ന സമയത്താണെങ്കിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, എങ്ങനെയാണ്, സേഫാണോ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. സുനാമി വന്നതൊക്കെ ഔട്ടറിലാണ്, അതായത് സൗത്ത് റഷ്യ ആ ഒരു ഭാഗത്തൊക്കെയാണ് അത് സംഭവിച്ചത്. മറ്റേ എന്താണ് പറയുക, ഭൂമി കുലുക്കം കാര്യങ്ങളൊക്കെ. ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മോസ്കോ സേഫാണ്. പിന്നെ ഒരുപാട് പേര് ജോലി ചോദിച്ച് വിളിച്ചു. ഞാൻ വേറൊന്നുമല്ല, ഇപ്പോൾ വേറൊരു ഏജൻറ്റ് വഴി വന്ന ക്ലയൻസിനെ ഞാനിപ്പോൾ എടുക്കാറില്ല. കാരണം ഇതിനു മുന്നേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാവുന്ന പേഴ്സണിലുള്ള ആൾക്കാരെ മാത്രമാണ് ഇപ്പോൾ സഹായിക്കുന്നത്. ഇപ്പോൾ നിലവിൽ റോസ്റ്റിക്സിലുള്ള വേക്കൻസി അവൈലബിൾ ആണ്. പിന്നെ സ്റ്റുഡൻസിന് ഫിംഗർ പ്രിൻറ്റ് കാർഡ്, ഗ്രീൻ കാർഡ് എന്ന് പറയും, അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയിൽ കയറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ ഇപ്പോൾ പുതിയ വേക്കൻസികൾ നിലവിൽ വന്നിട്ടില്ല. നമ്മളതിന് വേണ്ടി ഓരോ ദിവസങ്ങളും നമ്മളതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ എന്തായാലും നല്ല നല്ല വേക്കൻസികൾ വരുന്നുണ്ട്. നമ്മളെന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം വേക്കൻസിയെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ വർക്കൗട്ടിലാണ്. നമുക്ക് കുറച്ചധികം സമയം ആവശ്യമാണ്. ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം പെട്ടെന്ന് കിട്ടില്ല. ഇവിടുത്തെ പേപ്പർ വർക്ക് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇവിടുത്തെ ഓരോ പ്രൊസീജിയറിനും സമയം കൂടുതലെടുക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, വേറെ വഴിയില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ടൂറിസ്റ്റ് വിസയുടെ കാര്യം, ഇപ്പം എൻ്റെ ഒരു അറിവിൽ ഒരു 10-12 പേരെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്.
പകുതി ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരോട് കുറച്ച് പേരോട് പറഞ്ഞേക്കുന്നത് 4 ലക്ഷം വരെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് പേരോട് പറഞ്ഞേക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം ഫിംഗർ പ്രിൻറ്റ് കാർഡും പിന്നെ ലീഗലൈസേഷൻ കാർഡും എടുത്ത് തന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ലീഗലായിട്ട് ജോലി ചെയ്യാം. അതിനുശേഷം ഇവിടെ ഡിസംബറിൽ ഫിൻലൻഡിൻ്റെ ബോർഡർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ യൂറോപ്പിലോട്ട് കയറ്റാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് കുറച്ച് പേരെ. ഒന്നും പോസിബിളല്ല. സ്വന്തം ജീവിതം, അതായത് സ്വന്തം ജീവന് റിസ്ക് എടുത്തിട്ട് നിങ്ങൾ വെറുതെ യൂറോപ്പിലോട്ടൊന്നും ഇവിടെ നിന്ന് ഇല്ലീഗലായിട്ട് ചാടാൻ നിൽക്കരുത്. നമ്മൾ ഈ പറയാനും കേൾക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്, പക്ഷേ നിങ്ങളത് അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരവസ്ഥ അല്ലെങ്കിൽ എത്രത്തോളം ഹാർഡായിരിക്കും ആ ഒരു പരിപാടിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരുപാട് പേര് പോയിട്ട് പിടിക്കപ്പെട്ടവരെയൊക്കെ എനിക്കറിയാം. അവരുടെ കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ആരും അതിനൊന്നും ശ്രമിക്കരുത്. ഇവിടെ ജോലിക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് ജോലി ചെയ്യുക. ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ വർക്ക് വിസയിൽ മാറ്റാൻ പറ്റില്ല. ടൂറിസ്റ്റ് വിസയിൽ ഇവിടെ വന്ന് ജോലി ചെയ്യണത് ഇല്ലീഗലാണ്. എന്നാൽ പിന്നെ എന്തിനാണ് ഇവിടെ വർക്ക് വിസ വർക്ക് വിസ എന്തിനാണ് ഇവിടെ ആൾക്കാർ ചെയ്യേണ്ട ആവശ്യം? എന്നാൽ പിന്നെ ഇവിടെ വർക്ക് വിസ മാറ്റിയിട്ട് എല്ലാവർക്കും ടൂറിസ്റ്റായിട്ട് വന്നുകൂടെ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് വിസ വേണം. ഇവിടെ ടൂറിസ്റ്റായിട്ട് വന്നാൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ TRC എന്ന് പറഞ്ഞ സംഭവം ടൂറിസ്റ്റിന് കിട്ടത്തില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂറോപ്പിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോങ് ടൈം വിസ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് യൂറോപ്പിലോട്ട് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഇപ്പോൾ ജോലി സാധ്യത കുറച്ച് മോശമാണ്. പക്ഷേ നമുക്ക് പുതിയ കമ്പനികൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ചധികം സമയം ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേര് ഇവിടെ നിന്നിട്ട് ജോലി ചോദിച്ച് ഇപ്പോൾ വിളിക്കാറുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ നല്ല ജോലി അവൈലബിൾ അല്ല. ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്ക് KFCയിലോ പിന്നെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലോ നമുക്ക് കയറ്റി കൊടുക്കാൻ സാധിക്കും. പിന്നെ മെയിനായിട്ട് പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ വിസ, അതായത് ഡയറക്റ്റ് കമ്പനി വിസ, കോട്ട വിസക്ക് വന്ന ഒരുപാട് പേരുണ്ട്. പല ഏജൻറ്റ് വഴി വന്നിട്ടും പെട്ടെടുക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊന്നും പേരെടുത്തൊന്നും പറയുന്നില്ല. അതിൻ്റെ പ്രൊസീജിയർ 3 മാസത്തെ വിസയിൽ വന്നതിന് ശേഷം കമ്പനി മെഡിക്കലും ലാംഗ്വേജ് ടെസ്റ്റും തന്ന് നിങ്ങൾക്ക് വിസ പുതുക്കി തന്ന് നിങ്ങൾക്ക് ഇവിടെ തുടരാം. ഓരോ വർഷവും കമ്പനി പുതുക്കി തരും. പക്ഷേ അതുപോലത്തെ വിസ കാറ്റഗറിയിൽ വന്ന ആൾക്കാർ ആ കമ്പനി മാത്രമാണ് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യണം. നിങ്ങൾക്ക് വേറെ കമ്പനിയിലോട്ട് മാറാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ പേരിൽ മാസം ടാക്സ് അടക്കുന്നുണ്ട് ഗവൺമെൻറ്റിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ കമ്പനിയിലോട്ട് മാറാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ കമ്പനിയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക. പിന്നെ ഒരുപാട് പേര് പല പ്രശ്നങ്ങളും ഇവിടുത്തെ ഡയറക്റ്റ് കമ്പനി വിസയിൽ വന്നിട്ട് പല പ്രശ്നങ്ങളും അനുഭവിച്ച ആൾക്കാരുണ്ട്. പക്ഷേ അവരോടൊക്കെ ഇനി പറയാനുള്ളത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആ കമ്പനി നിങ്ങളെ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരേണ്ട കമ്പനിയാണ്. നമുക്ക് പുറത്തുനിന്ന് ഒരു ഹെൽപ്പും ചെയ്തു തരാൻ പറ്റില്ല. അതാണ് റിയാലിറ്റി. പറയുമ്പോൾ ഉള്ള പോലെ പറയണമല്ലോ. അതാണ് റിയാലിറ്റി. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പുതിയ കമ്പനികൾ കണ്ടുപിടിക്കാനും പിന്നെ എല്ലാവർക്കും പുതിയ ജോലി അവസരങ്ങൾ ഉണ്ടാക്കാനും അതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ്. ഫ്യൂച്ചറിൽ എന്തായാലും നല്ല വേക്കൻസികൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുക. അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണോ, നിങ്ങൾ ഇവിടെ വന്ന് പെട്ട് കിടക്കുവാണ് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ, പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നതിനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിലോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ട് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ അറ്റൻഡ് ചെയ്യാം. കാരണം ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് പേരെ എല്ലാവരും നമുക്ക് ഒരുപോലെ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.